ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ മാറ്റ് പ്ലേസ് ആൻഡ് അബ്ദുള്ളിൽ സ്വാഗതം. സോ ഇപ്പോൾ നമ്മൾ വീടിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കാണിച്ചു തരാം. അപ്പം ഇതാണല്ലോ ഡിസൈനില്ല വീടിൻ്റെ ഇവിടെ ഗ്ലാസ് പ്ലെയിൻ ആയിട്ട് തന്നെ എടുക്കുമ്പോൾ ഒരു ബോറായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഡിസൈനും കാര്യങ്ങളും ഗ്ലാസ്സിന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു രീതിയിലാണ് നിൽക്കുന്നത്. നമ്മളെ കെട്ടിയിട്ട് ഡോഗിന് നമ്മൾ അയച്ചിട്ടിട്ടുണ്ടല്ലേ. എന്തേ പോട്ടെ ജീവിച്ച് പോട്ടെ. അവിടെ കുറേ കെട്ടിയിട്ടിട്ട് പിന്നെ ഞാൻ വേറൊരു സംഭവം ചെയ്തിട്ടുണ്ട്. മൈനിങ് ഏരിയ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അയൺ ആർമർ ആയിട്ടുണ്ട്. ഈ കുറച്ച് അയണ് വേറൊരു ആടൊരു കേവ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആട് നെറ്റിയാണ്. പിന്നെ ബാക്കിയുള്ള അയണ് മൈനിങ് ഏരിയ നെറ്റിയാണ്. ഓക്കെ, സോ രാത്രി നമ്മൾ മൈനിങ് ഏരിയയിലെ പണി തന്നെയാണ് കുറച്ച് നേരമായിട്ടും. ഇപ്പോൾ രാത്രിയാണ്. അപ്പം കിടന്നുറങ്ങിയിട്ട് മൈനിങ് ഏരിയ പോകും ഗൈസ്. മൈനിങ് ഏരിയയും കാര്യങ്ങളും വീടിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇതിലേറ്റവും അയണ് മാത്രമേ കിട്ടിയുള്ളൂ. ഡയമണ്ടും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഡയമണ്ട് നല്ലോണം താഴോട്ട് പോകണമെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ അത്ര താഴോട്ട് പോയില്ല. അവിടെ തന്നെ ഇവിടെയൊക്കെ ഇങ്ങനത്തെ സ്റ്റെയർ കേസ് വെച്ചാണ് എൻ്റെ പേരുന്നതിനും സ്റ്റെയർ കേസ് അല്ല, സ്റ്റെയർ. ഓക്കെ, അപ്പം ഇവിടേക്കൊന്നും ഞാൻ വെച്ചില്ല. ഓക്കെ, ഒക്കെ മതി. സോ ഇനി നമ്മൾ ഒറ്റൊരു പ്രാവശ്യം കൂടി താഴോട്ട് വയ്ക്കാം. ഇതാ ഇനി നമ്മൾ ഫുള്ള് സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫുള്ള് സ്ട്രെയിറ്റ് ആയിരിക്കും. ഓക്കെ, ഫുള്ള് സ്ട്രെയിറ്റ് ഗൈസ്. അപ്പം ഞാനൊന്ന് കുറച്ച് ബ്ലോക്സ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു കേവ് കണ്ടിട്ടുണ്ട്. ഓക്കെ, വലിയൊരു കേവ് ആണോ എന്ന് വെച്ചാൽ അല്ല എന്നാണെങ്കിൽ അയൺ ഉണ്ട് ഗൈസ്. സോ അയൺ കിട്ടിയിട്ടുണ്ട്. വലിയൊരു കേവ് ഒന്നല്ല തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. ഇവിടെ നമ്മൾ ഫുള്ള് ലൈറ്റപ്പ് ചെയ്യട്ടെ. ഇവിടെ സോംബീസൊക്കെ വരുന്നതിന് മുന്നേ ലൈറ്റപ്പ് ചെയ്യണം ഗൈസ്. ഓക്കെ, വലിയൊരു കേവ് ഒന്നല്ല. ഓക്കെ, ലാപ്പീസ് കിട്ടി. നമ്മളിവിടെ തന്നെ ഇവിടെ തന്നെ നിൽക്കണം ഗൈസ്. ചിലപ്പോൾ സ്കോംബി ക്രീപ്പറായിട്ട് വന്നാൽ പിന്നെ പ്രശ്നമാവും. ലാപ്പീസ് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ടോപ്പിലേക്കാണ് പിന്നെ പോകുന്നത്. ഇതുവരെയായിട്ടും സോംബീനൊന്നും കണ്ടില്ല. ഓക്കെ, ഈ അയണൊക്കെ നടക്കട്ടെ. അയണൊക്കെ നമുക്ക് ഭയങ്കര ആവശ്യമുണ്ട്. സോ അപ്പം തന്നെ നമ്മൾ ഫുൾ അയൺ ആർമർ ആവുന്നതായിരിക്കും. കാര്യത്തിൽ ഉറപ്പാണ് ഗൈസ്, ഫുൾ അയൺ ആർമർ ആവും. ഓക്കെ, നമ്മൾ അയണൊക്കെ എടുത്തിട്ടുണ്ട്. സോ നമുക്ക് രണ്ടായിട്ട് ഭയങ്കര അയണുണ്ട്. പക്ഷേ ഫസ്റ്റ് മോബാണ് ഈ കേവിലെ. അതൊരു സോംബി കേട്ടോ. അപ്പുറത്തൊരു സ്പോണർ ഉണ്ടോ സംശയമാണെങ്കിൽ. ഓക്കെ, സ്പോണർ ഉണ്ടാവില്ല. സ്പോണർ ഉണ്ടെങ്കിൽ ഇപ്പോൾ അത്ര ഒന്നും അല്ല വരേണ്ട. സോംബി ഇഷ്ടംമാതിരി വരേണ്ടതാണ്. ചിലപ്പം ഉണ്ടാവട്ടോ, എനിക്കറിയില്ല. എന്തായാലും നമ്മളെ ഈ അയൺ എടുക്കട്ടെ. അയണൊക്കെ ഭയങ്കര ആവശ്യമാണ് നമുക്ക്. അയണില്ല പിന്നെ കളി തന്നെ നടക്കുമല്ലോ മുന്നോട്ട്. ടോർച്ചും കഴിഞ്ഞിട്ടുണ്ട്. സോ ടോർച്ച് ക്രാഫ്റ്റ് ചെയ്യണം. സോ കുറച്ച് ടോർച്ച് ഒരു ഇത്ര മതി. 16 മതി ഉണ്ടാവും. ഇത്ര വലിയ ഗീവല്ല എന്ന് എനിക്ക് തോന്നുന്നു. നോക്കട്ടെ. കോബിൾ സ്റ്റോൺ ഇത് ചെറിയ ഗെയിമാണ്, പക്ഷേ നല്ല വലുപ്പമുണ്ട്. നമ്മുടെ ഷീൽഡ് പൊട്ടാനാക്കി. ഷീൽഡിൻ്റെ ഡ്യൂറബിലിറ്റി ഭയങ്കര കുറവാണ് ഗീസ്. ഇവിടേക്കൊക്കെ കുറേ അയുണ്ട്. പക്ഷേ താഴോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേക്കാണ്. അത് എവിടെയാണ് സ്റ്റോപ്പ് ആവുന്നതെന്ന് എനിക്കറിയില്ല. വെള്ളം
ഇതേതാ സ്ഥലം? അവിടെ നിന്നാണ് വെള്ളം വരുന്നത്. അവിടെ സർഫ് ഓക്കെ. അവിടെ ഇവിടെ സോംബി സ്പോണർ ഡ്രൗണൊക്കെയാ. ഇവനൊക്കെ കൊല്ലട്ടെ കൈസ് ആദ്യം, അല്ലെ പിന്നെ പ്രശ്നമാവും. ഭയങ്കര ഡീപ്പ് ഗെയിമാണ് ഗൈസ്. നമ്മളിത്ര എക്സ്പ്ലോർ ചെയ്യുന്നുള്ളൂ, ഓവർ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ചിലപ്പോൾ അപകടം ഉണ്ടാവും ഗൈസ്. എപ്പോഴാണ് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. സോ ഈ അയണൊന്നും എടുക്കട്ടെ. സോ നമുക്കത് ഈ അയണും കാര്യങ്ങളൊക്കെ എടുക്കാം. എന്തായാലും ഇത് ഫുള്ള് ഞാൻ ചിലപ്പോൾ ഈ കേവിലേക്കുള്ള എൻട്രൻസ് മൂടിയിട്ട് പിന്നെ നമ്മൾ മൈനിങ് ഏരിയ സ്റ്റാർട്ട് തന്നെ ചതി പിന്നെ കുഴിച്ച് തന്നെ പോവാണ്. കേവിലേക്ക് ഇറങ്ങി പോകുന്നില്ല അധികം. ഓക്കെ, അപ്പം ഞാനിവിടെ ഒന്ന് വിൽക്കാണ്ട് കയറി പോകണം കേസ്. വേണോ പിന്നെ അറിയാലോ. പിന്നെ നമ്മൾ വന്ന വഴി കണ്ടുപിടിക്കണം. സോ അപ്പം ഞാൻ സർവീസിലെത്തിയിട്ട് കാണിക്കാം. സോ കേസ് അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ട് നമ്മൾ അയൺ സ്പെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സോ സ്പെൽറ്റ് ആവട്ടെ. ഓക്കെ, കുറേ ലൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേസ്. ഞാനിവിടെ തുറന്നിട്ട് കുറേ ആയി കെട്ടയച്ചിട്ടിട്ട്, എന്നിട്ട് ഇവൻ ഇവിടെ നിന്ന് തന്നെ കളിക്കുകയാണ് കേസ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഇവൻ പോയില്ലെങ്കിൽ ഇവൻ നമ്മൾ ടൈം ആക്കുന്നതായിരിക്കും കേസ്. സോ നമുക്കിപ്പോൾ 6 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ലെഗിൻസ് വേണം. ലെഗിൻസ് ഉണ്ടാക്കത്ര വേണം. 1 അയൺ വേണം കേസ്. സോ 1 അയൺ കൂടി 2 അയൺ കിട്ടിയിട്ടുണ്ട്. സോ അപ്പോൾ നമ്മൾ ലെഗിൻസ് ഉണ്ടാക്കി പിന്നെ ഹെൽമെറ്റ് കൂടി ഉണ്ടാക്കിയാൽ കഴിഞ്ഞതാണ് തോന്നുന്നത്. സോ നമ്മൾ ലെഗിൻസ് ഉണ്ടാക്കി ഗൈസ്. ഞാൻ പൊട്ടനാണ്. ഞാൻ ഒരു ലെഗിൻസ് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വെറുതെ ഒരു ലെഗിൻസ് പോയി ഗൈസ്. അല്ല, കുറേ അയൺ പോയി. അപ്പോൾ നമുക്ക് ബൂട്ടും ഹെൽമെറ്റുമാണ് വേണ്ടത്. സോ അപ്പം ബൂട്ടിനുള്ള അയൺ ആയിട്ടുണ്ട്. സോ ബൂട്ട് ഓക്കെ സെറ്റ്. സോ ബൂട്ട് കിട്ടിയിട്ടുണ്ട്. സോ നമുക്കൊരു ഹെൽമെറ്റും കൂടി ആയാലേ ഗൈസ്. സോ ഹെൽമെറ്റ് കൂടി ആയിട്ട് നമുക്ക് ഫുൾ അയൺ ആർമർ ആവുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ആൻഡ് ഫൈനലി നമ്മൾ ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ലെറ്റ്സ് പ്ലേയിൽ ആദ്യത്തെ ലെറ്റ്സ് പ്ലേയിൽ വെച്ചാൽ നമ്മൾ കുറേ ലെറ്റ്സ് പ്ലേ നടത്തിയിരുന്നു. പക്ഷേ അതിൻ്റെ അകത്തൊന്നും അയൺ ആർമർ ആയില്ല എന്ന് തോന്നുന്നു. ഫുൾ അയൺ ആർമർ നമ്മൾ ആദ്യത്തെ ലെറ്റ്സ് പ്ലേയിലാണെന്ന് തോന്നുന്നു അയൺ ആർമർ ആവുന്നത്. സോ നമ്മളങ്ങനെ ലെറ്റ്സ് പ്ലേയിൽ വിജയകരമായി അയൺ ആർമർ ആയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. വരെ എല്ലാവരും കൂട്ടുകാർക്കും ബൈ. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ 51 സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.